എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു, നീലയമരി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് നീലയമരിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്കിതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചെയ്യാനായിട്ട് മുതിർന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേർക്ക് നീലയമരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സ്വന്തമായിട്ട് നീലയമരി ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം എന്റെ മുടിക്ക് നല്ല ബർഗണ്ടി കളറാണ്. അപ്പൊ എനിക്ക് ആ കളറാണ് ഇഷ്ടം. എനിക്ക് ബ്ലാക്ക് കളറിനോട് അത്ര ഇഷ്ടമില്ലെന്നല്ല, ബ്ലാക്ക് കളർ എനിക്ക് എന്റെ മുടിക്ക് വേണം എന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോ ഇപ്പൊ കുറെ പേരായി എന്നോട് ചോദിക്കുന്നത്. അപ്പൊ ഒരുപാട് പേർക്ക് ഞാൻ വോയിസ് മെസ്സേജ് ആയിട്ടും മെസ്സേജ് എഴുതിയൊക്കെ അയച്ചു കൊടുത്തു. അപ്പോ അങ്ങനെ എഴുതി ഞാൻ മടുത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്തിടാമെന്ന്. അപ്പോ പലരും പല രീതിക്കാണ് നീലയമരി ഉപയോഗിക്കുന്നത്. അപ്പോ അതുപോലെ തന്നെ പലർക്കും പല റിസൾട്ടാണ് നീലയമരി കിട്ടുന്നത്. ഒരുപാട് പേർക്ക് ഹെയർ ഭയങ്കര ഡ്രൈ ആകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാനുമായിട്ടും എന്റെ കസ്റ്റമറും ഒക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഒരു വീഡിയോ ചെയ്തിടാമെന്ന്. അപ്പം നോർമലി അതിന്റെ ഒരു ബേസിക് ആയിട്ട് നമ്മൾ നീലയമരി ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഹെന്ന ഉപയോഗിക്കും. അപ്പൊ ഹെന്ന ചെയ്യണ രീതികൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഒരുപാട് ഹെന്ന ചെയ്യണ രീതിയും കൂടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അപ്പൊ ഹെന്ന ചെയ്യണ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുവാണെങ്കിൽ മനസ്സിലാകാം. അപ്പോ ഹെന്ന ചെയ്തതിന് ശേഷം, അപ്പൊ ഹെന്ന ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഹെയർ ഷാംപൂ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം വേണം ഹെന്ന ചെയ്യാനായിട്ട്. ഹെന്ന ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നന്നായിട്ട് ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നോർമലായിട്ട് ഹെയർ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മുടി ഒന്ന് ഡ്രൈ ആക്കുക. ഡ്രൈ ആക്കിയതിന് ശേഷം മുടി ഒരുപാടൊന്ന് ഡ്രൈ ആവേണ്ട കാര്യമില്ല. ഒരു ചെറിയതായിട്ടൊരു നനവ് മുടിക്ക് വേണം. അതിനുശേഷം നമ്മൾ നീലയമരി മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നീലയമരി ഒരുപാട് തരത്തില് ആൾക്കാർ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോ പലർക്കും ഞാൻ പറഞ്ഞല്ലോ, പലർക്കും അത് നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ കൂടുതൽ ഡ്രൈ ആകാനുള്ള കാരണമായി മാറുന്നുണ്ട്. അപ്പം അതിനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞു തരാം. നീലയമരി പൊതുവെ ഡ്രൈ ഹെയറും ഡ്രൈ സ്കാൽപ്പും ഒക്കെ ഉള്ളവർക്ക് അവരുടെ ഹെയറും അതുപോലെ സ്കാൽപ്പും ഒക്കെ കൂടുതൽ ഡ്രൈ ആവാനായിട്ട് കാരണമാവാറുണ്ട്. അപ്പൊ സാധാരണ നമ്മള് ഞാൻ പറഞ്ഞല്ലോ, ഹെന്ന നമ്മൾ ഇട്ട് കഴിഞ്ഞ് നീലയമരി ഇപ്പൊ പാർലറിലൊക്കെ വരുവോ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഞാൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ വന്ന് ചെയ്യണത് ചെറിയ ചൂടുവെള്ളത്തിൽ നീലയമരി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുക. അത്രേ വെയിറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അത്രയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ആ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് അത് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അവർ വാഷ് ചെയ്യാനായിട്ട് നിൽക്കാറില്ല. അവരെ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് വീട്ടിൽ വിടുവാണ് ചെയ്യുന്നത്. പറയും 2 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് വേണം വാഷ് ചെയ്യാന്ന് പറയാം. അപ്പൊ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം ഒരുപാട് പേര് പറയാറുണ്ട് എന്റെ ഹെയർ ഭയങ്കര ഡ്രൈ ആവണു എന്നുള്ളത്. അപ്പോ ഈ ഡ്രൈ ആവണത്തിന് കാരണം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഡ്രൈ ആവുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് നീലയമരി പൗഡർ നമ്മുടെ തൈരിന്റെ കൂടെ, തൈരോ അലോവേരയുടെ ജെല്ലോ ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു ½ ആൻ അവർ വെച്ചതിന് ശേഷം അത് അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ കൂടുതൽ ഡ്രൈ ആവാതിരുന്നോളും. പിന്നെ നോർമലി അപ്ലൈ ചെയ്യുന്നവർ ഇപ്പൊ ഒരുപാട് രീതിയിൽ നീലയമരി അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതില് നമ്മൾ സാധാരണ ഹെന്ന ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ അപ്ലൈ ചെയ്താൽ മതി. ഇനിയിപ്പോ വീട്ടിലൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചായവെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ച് അതിനകത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം അത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. പിന്നെ ചിലർ ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ രാത്രിക്ക് ഹെന്ന മിക്സ് ചെയ്ത് വെക്കും. അപ്പൊ ഹെന്നയും ആംല പൗഡറും എല്ലാം കൂടെ നമ്മുടെ ഹെന്ന മിക്സ് നോർമലി ഉണ്ടാക്കുന്ന രീതിയിൽ ഹെന്ന മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ നീലയമരി മിക്സ് ചെയ്ത് വെച്ച് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി കഴിയുമ്പോൾ ഈ ഹെന്നയും നീലയമരിയും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. ഇപ്പൊ ഞാൻ ഒരു 3 രീതി പറഞ്ഞു തന്നല്ലോ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഹെന്ന ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പൊ ഇന്ന് ഹെന്ന ചെയ്തു. അപ്പൊ ചിലർക്ക് ഇപ്പൊ 2 പ്രാവശ്യം വാഷ് ചെയ്യാനൊന്നും പറ്റുകയില്ലായിരിക്കും. ചിലർക്ക് ഹെന്ന തന്നെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് കോൾഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാകും. അതുപോലെ ഹെന്ന അപ്ലൈ ചെയ്ത് വെച്ച് പെടലിക്ക് വേദന, അങ്ങനത്തെ ഒക്കെ അസ്വസ്ഥതകളൊക്കെ ഉള്ളവരുണ്ടാകും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവർക്ക് അന്ന്
തന്നെ നീലയാമരി ഇടാതെ പിറ്റേ ദിവസം ഇടുന്നവരും ഉണ്ട്. അപ്പൊ പിറ്റേ ദിവസം ഇടുന്നവർക്കും നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയും ചെയ്തു നോക്കാം. പിന്നെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ മുഖത്തേക്കായാലും അതായത് നമ്മുടെ സ്കിന്നിലേക്കായാലും ഹെയറിലേക്കായാലും എന്ത് സാധനങ്ങൾ അപ്ലൈ ചെയ്താലും ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, നമുക്കത് സ്യൂട്ട് ആണോ എന്നുള്ളത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവര്. പിന്നെ നമ്മുടെ സ്കിന്നിന്റെ ഹെയറിന്റെ സ്കാൽപ്പിന്റെ ഒക്കെ സ്വഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് സാധനവും നമ്മുടെ സ്കിന്നിലേക്കും ഹെയറിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് നമുക്കൊരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാകാതെ അതിന്റെ ഗുഡ് റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഹെന്നയും നീലയമരിയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കെമിക്കലുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഷാംപൂ അതുപോലെ എണ്ണയും ഉപയോഗിക്കാൻ പാടില്ല. ഒരു 24 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ നമ്മുടെ സ്കാൽപ്പിലേക്കും ഹെയറിലേക്കും ഒക്കെ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അതിനുശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. അപ്പൊ ഈ 24 മണിക്കൂർ നമ്മൾ ഇതിനെ ലീവ് ചെയ്യണ എന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ ഹെയറില് കളറ് പിടിച്ചിരിക്കണത് ഈ ടൈം എടുത്താൽ അതിന് നല്ല ഡാർക്ക് കളർ വരത്തുള്ളൂ. അപ്പൊ അത്രയും ഒരു 24 മണിക്കൂർ നേരം നിങ്ങൾ വേറെ ഷാമ്പുവോ അല്ലാതെ ഓയിലോ ഒക്കെ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുവാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നമ്മുടെ ഹെയറിന് ബ്ലാക്ക് കളർ തരാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ഹെന്ന ആയാലും നീലയമരി ആയാലും മിക്സ് ചെയ്യുന്ന സമയത്ത് അയൺ പാത്രത്തിൽ മിക്സ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടുതൽ റിസൾട്ട്, അതിന്റെ കളർ അയൺ കണ്ടന്റുമായിട്ട് നമ്മുടെ നീലയമരിയോ അല്ലെങ്കിൽ ഹെന്നയൊക്കെ മിക്സ് ആവുന്ന സമയത്ത് ഈ അയൺ കണ്ടന്റുമായിട്ട് പ്രവർത്തിച്ച് അതിനകത്തെ കളർ പൂർണ്ണമായിട്ടും വെളിയിലോട്ട് ഇറങ്ങി വന്ന് നല്ല റിസൾട്ട് നമുക്ക് തരാനായിട്ട് അത് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ കുറെ രീതികൾ ഞാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോ ഈ രീതിയിൽ നിങ്ങൾ ഇത് ഹെന്നയും നീലാമരിയും ഒക്കെ മേടിക്കുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ളത് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് നാച്ചുറൽ ആയിട്ടുള്ളത് വാങ്ങിച്ചാൽ നമുക്ക് വേറെ സൈഡ് ഇഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കത്തുള്ളൂ. അപ്പൊ സൈഡ് ഇഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ ഏതാണോ സ്യൂട്ട് ആകുന്ന രീതി നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പരീക്ഷിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയാണ് നിങ്ങളുടെ ഹെയറിന് നല്ലതായിട്ട് തോന്നണത്, നല്ല രീതിക്ക് കിട്ടണതെന്ന് വെച്ചാൽ ആ രീതി നിങ്ങൾക്ക് പിന്നെ അങ്ങ് കണ്ടിന്യൂസ് ചെയ്ത് പോകാവുന്നതുമാണ്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ എന്റെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പൊ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും നല്ല ഹാപ്പി ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.